ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മുടെ 10ാമത്തെ പാഠത്തിൻ്റെ പേരാണ് ചന്തമുള്ള ബന്ധങ്ങൾ. അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങിയാലോ? കൂട്ടങ്ങളാക്കി കളിക്കാം. കുറേ മുത്തുകളുണ്ട്. ഒരാൾക്ക് കുറേ എണ്ണം എടുക്കാം. കിട്ടിയ മുത്തുകൾ ബാക്കി വരാതെ 2 വീതമുള്ള കൂട്ടങ്ങളാക്കാൻ കഴിഞ്ഞാൽ ഒരു പോയിന്റ് കിട്ടും. അപ്പോൾ കുറേ മുത്തുകളുണ്ട്, അവയിൽ എത്ര വേണമെങ്കിലും എടുക്കാം. പക്ഷേ കിട്ടിയ മുത്തുകൾ ബാക്കി വരാതെ 2 വീതമുള്ള 2, 2, 2 അങ്ങനെയുള്ള കൂട്ടങ്ങളായി വയ്ക്കാൻ കഴിഞ്ഞാൽ അതിനാണ് പോയിന്റ്. സുമയ്ക്ക് 16 മുത്തുകൾ കിട്ടി. സുമയ്ക്ക് പോയിന്റ് കിട്ടുമോ? മറ്റു കുട്ടികൾക്ക് കിട്ടിയ എണ്ണം നോക്കൂ. അപ്പോൾ നമുക്ക് സുമയുടെ മുത്തുകൾ 2 വീതം ആക്കി നോക്കാം. അപ്പോൾ സുമയ്ക്ക് പോയിന്റ് കിട്ടും, കാരണം എല്ലാം 2 വീതമാക്കി മാറ്റാൻ കഴിഞ്ഞു, ബാക്കിയൊന്നും വന്നില്ല അല്ലേ? ഇനി കൂട്ടുകാർക്ക് കിട്ടിയ എണ്ണം നോക്കൂ. 7, 22, 11, 10, 12, 14, 25, 18, 20, 19 ഇതൊക്കെയാണ്. ഇവയിൽ ഏതൊക്കെയാണ് ബാക്കി വരാതെ 2 വീതമുള്ള കൂട്ടങ്ങളാക്കാൻ കഴിയുന്നത്? 22, 10, 12, 14, 18, 20 ഇതൊക്കെയാണ് അല്ലേ? 12നെ 2ൻ്റെ കൂട്ടങ്ങളാക്കിയിരിക്കുന്നത് നോക്കൂ, ബാക്കിയൊന്നും വരുന്നില്ല. അതുപോലെ തന്നെ 14 മുത്തുകളെയും 2 കൂട്ടങ്ങളായി മാറ്റിയിരിക്കുന്നു, കണ്ടില്ലേ? 2ൻ്റെ കൂട്ടങ്ങളാക്കുമ്പോൾ ബാക്കി വരുന്നത് ഏതൊക്കെയാണ്? 7, 11, 25, 19 ഇതൊക്കെയാണ്. ഉദാഹരണം നോക്കൂ. 7 മുത്തുകളെ 2ൻ്റെ കൂട്ടങ്ങളാക്കിയപ്പോൾ 1 ബാക്കിയായി. അതുപോലെ തന്നെ 25നെ 2ൻ്റെ കൂട്ടങ്ങളാക്കിയപ്പോൾ 1 ബാക്കിയായി. മറ്റു ചില സംഖ്യകൾ എഴുതൂ. 2 വീതമുള്ള കൂട്ടങ്ങളാക്കുമ്പോൾ 1 ബാക്കി വരുന്ന സംഖ്യകൾ. അതുപോലെ തന്നെ 2 വീതമുള്ള കൂട്ടങ്ങളാക്കുമ്പോൾ ബാക്കി വരാത്ത സംഖ്യകൾ ഏതൊക്കെ? അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. സംഖ്യയുടെ അവസാന അക്കം 0, 2, 4, 6, 8 എന്നിവയിലൊന്നാണെങ്കിൽ അത് ഇരട്ട സംഖ്യ ആയിരിക്കും. അപ്പോൾ ഇരട്ട സംഖ്യ ഏതൊക്കെയാണ്? 0, 2, 4, 6, 8 ഇതൊക്കെയാണ്. ഈ സംഖ്യകളെ 2ൻ്റെ കൂട്ടമാക്കിയാൽ ബാക്കി ഒന്നും വരില്ല. 1 മുതൽ 100 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ പട്ടികയാണ് താഴെ കൊടുത്തിരിക്കുന്നത്. കണ്ടില്ലേ? അതിൻ്റെ വലതുഭാഗത്ത് വരുന്നത് 0, 2, 4, 6, 8 എന്നീ സംഖ്യകളായിരിക്കും. സംഖ്യയുടെ അവസാന അക്കം, ഒറ്റയുടെ സ്ഥാനത്തെ അക്കം 1, 3, 5, 7, 9 എന്നിവയിലൊന്നാണെങ്കിൽ ആ സംഖ്യ ഒറ്റ സംഖ്യ ആയിരിക്കും. ഏറ്റവും ചെറിയ ഒറ്റ സംഖ്യ 1 1 മുതൽ 100 വരെയുള്ള ഒറ്റ സംഖ്യകളാണ് തന്നിരിക്കുന്നത്. സംഖ്യകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കങ്ങൾ 1, 3, 5, 7, 9 എന്നതായിരിക്കും. അപ്പോൾ 1, 3, 5, 7, 9, 11, 13 എന്നിവയെ ഒറ്റ സംഖ്യകൾ എന്ന് പറയുന്നു. 2, 4, 6, 8, 10, 12, 14 എന്നിവയെ ഇരട്ട സംഖ്യകൾ എന്ന് പറയുന്നു. അക്കങ്ങളുടെ തുക. ഗണിത ക്ലബ്ബിൽ പറയാൻ പറ്റിയ കണക്കുകൾ ആലോചിക്കുകയാണ് മിയ. രസമുള്ള കണക്കുകൾ വല്ലതും പറയാമോ? അപ്പോൾ കൂട്ടുകാരൻ പറയാണ്, അക്കങ്ങളുടെ തുക 10 കിട്ടുന്ന ഒരു 2 അക്ക സംഖ്യ പറയണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ രസമുള്ള കണക്കുകൾ എന്തെങ്കിലും അവതരിപ്പിക്കാനാണ്. അപ്പോൾ അക്കങ്ങൾ തമ്മിൽ കൂട്ടിയാൽ 10 കിട്ടുന്ന 2 അക്ക സംഖ്യ പറയണോ എന്നാണ് ചോദിച്ചത്. 19, 1ഉം 9ഉം 10 ഇതുപോലെയല്ലേ എന്നാണ് മിയ തിരിച്ചു ചോദിക്കുന്നത്. കണ്ടില്ലേ? 19 അതിലെ 2 അക്കങ്ങൾ എന്ന് പറയുന്നത് 1ഉം 9ഉമാണ്. അത് രണ്ടും കൂട്ടുമ്പോൾ എത്രയാണ്? 10 ഉത്തരം കിട്ടുന്നത്. ബാക്കിയുള്ളവ കണ്ടുപിടിക്കൂ. അക്കങ്ങളുടെ തുക 10 കിട്ടുന്ന 2 അക്ക സംഖ്യകൾ ഏതൊക്കെയാണ്? നമുക്ക് കണ്ടുപിടിക്കാം. കണ്ടുപിടിച്ച സംഖ്യകൾ ക്രമമായി ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതൂ. ഇവയിൽ അടുത്തടുത്ത സംഖ്യകൾ തമ്മിലുള്ള ബന്ധം എന്താണ്? എഴുതൂ.
അക്കങ്ങളുടെ തുക 10 കിട്ടുന്ന സംഖ്യകൾ എന്ന് പറയുന്നത് 19, 28, 37, 46, 55, 64, 73, 82, 91. കണ്ടുപിടിച്ച സംഖ്യകൾ ക്രമമായി ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതൂ. നമ്മൾ എഴുതിയിരിക്കുന്നത് ചെറുതിൽ നിന്ന് വലുതിലേക്ക് തന്നെയാണ് 19 മുതൽ 91 വരെ. ഇവയിൽ അടുത്തടുത്ത സംഖ്യകൾ തമ്മിലുള്ള ബന്ധം എന്താണ് എഴുതൂ. അവ തമ്മിലുള്ള വ്യത്യാസം 9 ആണ്. കണ്ടില്ലേ? അതിലുള്ള അടുത്തടുത്ത സംഖ്യകൾ കുറച്ച് നോക്കിയാൽ നമുക്ക് ഉത്തരമായി 9 ആണ് കിട്ടുക. ക്രമം മാറ്റാം. മിയ ചാർട്ടിൽ എഴുതിയത് നോക്കൂ. 8 കൂട്ടണം 9 17, 9 കൂട്ടണം 8 17, 23 കൂട്ടണം 11 34, 11 കൂട്ടണം 23 34, 45 കൂട്ടണം 23 68, 23 കൂട്ടണം 45 ഉത്തരം 68. ചേട്ടാ ഇത് നോക്കൂ, എന്തു മനസ്സിലായി? അപ്പോൾ മിയ ചോദിക്കുകയാണ്, സംഖ്യകളുടെ ക്രമം മാറിയാലും തുക മാറുന്നില്ല. ആദ്യത്തേത് നോക്കൂ. 8 കൂട്ടണം 9 ഉത്തരം കിട്ടിയത് 17 ആണ്. രണ്ടാമത്തേതിൽ 9 ആണ് ആദ്യം എഴുതിയിരിക്കുന്നത്, 8 രണ്ടാമത്. പക്ഷെ കൂട്ടിയ ഉത്തരം എത്രയാണ്? 17 തന്നെയാണ് അല്ലേ? അതിൻ്റെ ക്രമം തെറ്റിച്ച് എഴുതി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എഴുതിയിരിക്കുന്ന 2 സംഖ്യയും ഒന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് ഉത്തരം ഒന്ന് തന്നെ കിട്ടുന്നത്. കൂടുതൽ സംഖ്യകൾ എഴുതി നിങ്ങളും ചെയ്തു നോക്കൂ. അവ നോട്ട്ബുക്കിൽ എഴുതൂ. അപ്പോൾ നമുക്കും എഴുതി നോക്കാം. അടുത്തടുത്ത സംഖ്യകളുടെ തുക. മിയയും കൂട്ടുകാരും അടുത്തടുത്ത 2 എണ്ണൽ സംഖ്യകൾ കൂട്ടി എഴുതിയത് നോക്കൂ. തുടർന്ന് എഴുതുക. അടുത്തടുത്ത 2 എണ്ണൽ സംഖ്യകളുടെ തുകയുടെ പ്രത്യേകത എന്താണ്? അപ്പോൾ നോക്കാം. അടുത്തടുത്ത 2 എണ്ണൽ സംഖ്യ എന്ന് പറയുമ്പോൾ 1ഉം 2ഉം അല്ലേ? 1 കൂട്ടണം 2 ഉത്തരം വരുന്നത് 3, 2 കൂട്ടണം 3 ഉത്തരം 5, 3 കൂട്ടണം 4 ഉത്തരം 7, 6 കൂട്ടണം 7 ഉത്തരം 13. ഇനി 8 കൂട്ടണം 9 ഉത്തരം വരുന്നത് 17, 10 കൂട്ടണം 11 ഉത്തരം വരുന്നത് 21, 12 കൂട്ടണം 13 ഉത്തരം വരുന്നത് 25, 15 കൂട്ടണം 16 ഉത്തരം വരുന്നത് 31. ഈ അടുത്തടുത്ത എണ്ണൽ സംഖ്യകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് കൂട്ടി എഴുതുമ്പോൾ കിട്ടുന്നത് മുഴുവൻ ഒറ്റ സംഖ്യകളാണ്. കണ്ടില്ലേ? ഒറ്റ സംഖ്യകൾ. ഇനി 2 ഒറ്റ സംഖ്യകൾ കൂട്ടി നോക്കിയാലോ? മിയ ചോദിച്ചു. അവർ കൂട്ടി എഴുതി. തുടർന്നുള്ള സംഖ്യകൾ നിങ്ങളും കൂട്ടി എഴുതൂ. അപ്പോൾ നേരത്തെ സംഖ്യകൾ തമ്മിൽ അടുത്തടുത്ത 2 സംഖ്യകൾ തമ്മിൽ കൂട്ടി നോക്കിയപ്പോൾ നമുക്ക് ഒറ്റ സംഖ്യയാണ് ഉത്തരം കിട്ടിയത്. ഇനി ഒറ്റ സംഖ്യകൾ കൂട്ടിയാൽ എന്ത് കിട്ടുമെന്ന് നോക്കാം. 1 കൂട്ടണം 3 ഉത്തരം 4, 3 കൂട്ടണം 5 ഉത്തരം 8, 7 കൂട്ടണം 5 ഉത്തരം 12, 3 കൂട്ടണം 9 ഉത്തരം 12, 11 കൂട്ടണം 7 ഉത്തരം 18. ഇനി നമുക്ക് എഴുതി നോക്കാം. 13 കൂട്ടണം 15 ഉത്തരം 28, 17 കൂട്ടണം 19 ഉത്തരം 36. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? എല്ലാ തുകകളും വരുന്നത് ഇരട്ട സംഖ്യകളാണ്. കണ്ടില്ലേ ഉത്തരങ്ങൾ വന്നത്? 2 ഒറ്റ സംഖ്യകൾ കൂട്ടുമ്പോൾ എപ്പോഴും ഒരു ഇരട്ട സംഖ്യയാണ് ലഭിക്കുന്നത്. 2 ഒറ്റ സംഖ്യകളുടെ തുകയുടെ പ്രത്യേകത എന്താണ്? ഉത്തരം കിട്ടുന്നത് ഇരട്ട സംഖ്യയാണ്. ഇനി 2 ഇരട്ട സംഖ്യകൾ എടുത്ത് കൂട്ടി നോക്കൂ. തുകയുടെ പ്രത്യേകത എന്താണ്? അതും ഇരട്ട സംഖ്യയാണ് കിട്ടുക. ഒരു ഒറ്റ സംഖ്യയും ഒരു ഇരട്ട സംഖ്യയുമായാലോ? അപ്പോൾ കിട്ടുന്നത് ഒറ്റ സംഖ്യയാണ്. വീണ്ടും വീണ്ടും കുറയ്ക്കാം. സുമിയുടെ കയ്യിൽ 16 രൂപയുണ്ട്. 5 രൂപയ്ക്ക് പേന വാങ്ങി, 3 രൂപയ്ക്ക് ഒരു പെൻസിലും വാങ്ങി. ഇനി സുമിയുടെ കയ്യിൽ എത്ര രൂപയുണ്ട്? അപ്പോൾ ആകെ കയ്യിലുണ്ടായിരുന്നത് എത്ര രൂപയാണ്? 16 രൂപ. പേന വാങ്ങിയത് 5 രൂപയ്ക്ക് അല്ലേ? അപ്പോൾ 16ൽ നിന്നും 5 രൂപ പോയി. ഇനി ബാക്കിയുള്ളത് 11 രൂപയാണ്. 16 കുറയ്ക്കണം 5, 11. പെൻസിൽ വാങ്ങിയത് 3 രൂപ. അപ്പോൾ ആ 11ൽ നിന്ന് 3 കൂടി കുറയ്ക്കണം, വരുന്നത് 8 രൂപ. ഞാൻ ചെയ്തത് ഇങ്ങനെ. മറ്റൊരു വഴിയിലൂടെയാണ്. കയ്യിലുണ്ടായിരുന്നത് 16 രൂപ. പേനയും പെൻസിലും വാങ്ങിയപ്പോൾ 5 കൂട്ടണം 3 ഉത്തരം 8 രൂപ ചിലവായി. അപ്പോൾ രണ്ടും വെവ്വേറെ കുറച്ചില്ല. അതിനു പകരം പേനയും പെൻസിലും വാങ്ങിയ ആ രൂപ
മൊത്തം കൂട്ടി എഴുതി അല്ലേ? അപ്പോൾ 8 കിട്ടി. എന്നിട്ട് 16-ൽ നിന്നും 8 കുറച്ചു. അപ്പോഴും വന്നത് 8 രൂപ തന്നെയാണ് ബാക്കി. 16-ൽ നിന്ന് 5ഉം 3ഉം കുറച്ചാലും 16-ൽ നിന്ന് 8 കുറച്ചാലും കിട്ടുന്നത് ഒന്ന് തന്നെ. 16-ൽ നിന്ന് 5 ആദ്യം കുറച്ചു, പിന്നെ 3 കുറച്ചു, അപ്പോൾ നമുക്ക് 8 കിട്ടി. 16-ൽ നിന്ന് ഒറ്റയടിക്ക് 8 കുറച്ചു, അപ്പോഴും ഉത്തരം 8 കിട്ടി. കാരണം എന്താണ്? 5 കൂട്ടണം 3 വരുന്നത് 8 ആണ് അല്ലേ? അപ്പോൾ രണ്ട് സംഖ്യയും ഒന്ന് തന്നെയാണ്, അതുകൊണ്ടാണ് നമുക്ക് ഉത്തരം ഒന്ന് തന്നെ കിട്ടിയത്. 24-ൽ നിന്ന് 7ഉം 3ഉം ആണ് കുറയ്ക്കുന്നതെങ്കിലോ? 24-ൽ നിന്ന് ഏത് സംഖ്യ കുറയ്ക്കണം? 7 കൂട്ടണം 3 എത്രയാണ്? 10 കുറയ്ക്കണം അല്ലേ? 46-ൽ നിന്ന് 10ഉം 6ഉം കുറയ്ക്കുന്നതിന് പകരം 46-ൽ നിന്ന് ഏത് സംഖ്യ കുറയ്ക്കണം? 10 കൂട്ടണം 6, 16 കുറച്ചാൽ മതി. കൂട്ടി പോകാം. മിയ ചില സംഖ്യകൾ ക്രമത്തിൽ എഴുതിയത് നോക്കൂ. 1, 3, 5, 7, 9, 11, 13. തുടർന്നുള്ള സംഖ്യകൾ എഴുതുക. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഒറ്റ സംഖ്യകളാണ്. ഈ സംഖ്യകളുടെ പ്രത്യേകത കണ്ടുപിടിക്കൂ. എന്താണ് പ്രത്യേകത? ഒന്നിനോട് 2 വീതം കൂട്ടി പോകുന്ന സംഖ്യകളാണ് അല്ലേ? 1 കൂട്ടണം 2 ഉത്തരം വരുന്നത് 3. 3ൻ്റെ കൂടെ 2 കൂട്ടുമ്പോഴാണ് 5 കിട്ടുന്നത്. 5ൻ്റെ കൂടെ 2 കൂട്ടുമ്പോഴാണ് 7 കിട്ടുന്നത്. 7ൻ്റെ കൂടെ 2 കൂട്ടുമ്പോഴാണ് 9 കിട്ടുന്നത്. അങ്ങനെയാണ് കൂടി പോകുന്നത്. ഇനി 2നോട് 2 വീതം കൂട്ടി കിട്ടുന്ന സംഖ്യകൾ എഴുതി നോക്കൂ. 2, 4, 6, 8, 10, 12 അങ്ങനെയാണ് പോകുന്നത് അല്ലേ? ഈ സംഖ്യകളുടെ പ്രത്യേകത എന്താണ്? ഇരട്ട സംഖ്യകളാണ്. ഇനി 5നോട് 5 വീതം കൂട്ടിക്കിട്ടുന്ന സംഖ്യകൾ എഴുതി നോക്കൂ. 5 കൂട്ടണം 5 10, 10 കൂട്ടണം 5 15, 15 കൂട്ടണം 5 20, പിന്നെ 25, 30, 35, 40. സംഖ്യകളുടെ പ്രത്യേകത എന്താണ്? ഇതിൽ ഒറ്റ സംഖ്യകളുമുണ്ട്, ഇരട്ട സംഖ്യകളുമുണ്ട് അല്ലേ? 5 ഒറ്റ സംഖ്യയാണ്, 10 ഇരട്ട സംഖ്യയാണ്, 15 ഒറ്റ സംഖ്യയാണ്, 20 ഇരട്ട സംഖ്യയാണ്. 10നോട് 10 വീതം കൂട്ടിക്കിട്ടുന്ന സംഖ്യാക്രമം എഴുതുക. 10ഉം 10ഉം 20, 20ഉം 10ഉം 30, പിന്നെ 10 കൂട്ടുമ്പോൾ 40, പിന്നെ അങ്ങനെ പോകുന്നത് 50, 60, 70, 80, 90 അങ്ങനെയാണ്. രണ്ടാമത്തെ അക്കം 0 ആയ എത്ര രണ്ടക്ക സംഖ്യകൾ ഉണ്ട്? 9 രണ്ടക്ക സംഖ്യകളാണ് ഉള്ളത്. 1നോട് 10 വീതം കൂട്ടിക്കിട്ടുന്ന സംഖ്യാക്രമം എഴുതുക. 1ഉം 10ഉം 11, 11ഉം 10ഉം 21, 21ഉം 10ഉം 31, പിന്നെ 41, 51, 61, 71, 81, 91. രണ്ടാമത്തെ അക്കം 1 ആയ രണ്ടക്ക സംഖ്യകൾ എത്രയുണ്ട്? 9. ഏതൊക്കെയാണ്? 11, 21, 31, 41, 51, 61, 71, 81, 91. 1 മുതൽ 7 വരെയുള്ള സംഖ്യകൾ വട്ടങ്ങളിൽ എഴുതുക. ഒരേ വരിയിലുള്ള 3 എണ്ണം കൂട്ടിയാൽ തുക 12 ആകണം. എഴുതിയ സംഖ്യകൾ വീണ്ടും എഴുതാൻ പാടില്ല. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. 7 വരെ സംഖ്യകളാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നടുവിൽ 4 എഴുതാം. എന്നിട്ട് മുകൾ ഭാഗത്ത് 1, 2, 3, താഴെയുള്ള കോളത്തിൽ 5, 6, 7 എന്നെഴുതാം. ഇനി ഒന്ന് കൂട്ടി നോക്കൂ. 1, 4, 7 ഉത്തരം 12, 2, 4, 6 ഉത്തരം 12, 3, 4, 5 ഉത്തരം 12. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഏതിലൊക്കെയാണ് സംഖ്യകൾ ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമമായി ഉള്ളത്? അവയ്ക്ക് ടിക്കടയാളം ഇടുക. അപ്പോൾ ചെറുതിൽ നിന്ന് വലുതിലേക്ക് പോകുന്നതിനാണ് ടിക്കടയാളം ഇടുന്നത്. അത് ശരിയായ രീതിയിൽ പോകണം. ആദ്യത്തേത് നോക്കൂ. 25, 28, 31, 34, 37 അത് ശരിയായിട്ടാണ് പോകുന്നത് അല്ലേ? അടുത്തത് 82, 78 വലിയ സംഖ്യയാണ്, പിന്നെ കുറഞ്ഞിട്ടാണ് വന്നത്. 78, 74 അപ്പോൾ അതല്ല. ഇനി അടുത്തത് 63, 62 അപ്പോൾ കുറഞ്ഞിട്ടാണ് പോകുന്നത്. അടുത്തത് 52, 58, 64, 70, 76 ശരിയായ രീതിയിൽ കൂടി പോവുകയാണ്. അപ്പോൾ അതിന് ടിക്കിടണം. അടുത്തത് 43, 46 കൂടുന്നുണ്ട്,
പക്ഷേ അടുത്തത് വരുന്നത് എത്രയാണ്? 42 വീണ്ടും കുറഞ്ഞു. പിന്നെയാണ് കൂടുന്നത്. അപ്പോൾ അതും ശരിയായ ഒരു രീതിയല്ല. 79, 80, 81, 82, 83 ചെറുതിൽ നിന്ന് വലുതിലേക്ക് ശരിയായി കൂടി പോകുന്നതാണ്. അപ്പോൾ അതിന് ടിക്കിടണം. സംഖ്യാക്രമത്തിലെ വിട്ടുപോയ സംഖ്യ ഏതാണ്? 10, 18, 26, 34 അതിനിടയിൽ വിട്ടുപോയിട്ടുണ്ട്. അടുത്തത് 50. അപ്പോൾ കൂടി പോവുകയാണ് അല്ലേ? 10ൽ നിന്ന് 18ലേക്ക് എത്താൻ എത്ര വേണം? 8 വേണം അല്ലേ? 18ൻ്റെ കൂടെ 8 കൂട്ടിയാലാണ് 26 കിട്ടുക. 26നോട് 8 കൂട്ടിയാൽ 34 കിട്ടും. 34ൻ്റെ കൂടെ 8 കൂട്ടിയാൽ നമുക്ക് 42 കിട്ടും. 42ൻ്റെ കൂടെ 8 കൂട്ടിയാൽ 50 കിട്ടും. ഇനി രണ്ടാമത്തേത് നോക്കാം. 31, 40, 49 പിന്നെ വിട്ടുപോയത് 67. അപ്പോൾ അവിടെ 31നോട് എത്ര കൂട്ടിയാലാണ് 40 കിട്ടുക? 31 കൂട്ടണം 9, 40 അല്ലേ? അതറിയാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 40 കുറയ്ക്കണം 31. ഉത്തരം കിട്ടുന്നത് 9. അവ തമ്മിലുള്ള വ്യത്യാസം 9. അപ്പോൾ 9 കൂട്ടി പോകേണ്ടത്. 31 കൂട്ടണം 9, 40. 40 കൂട്ടണം 9, 49. 49 കൂട്ടണം 9, 58. 58 കൂട്ടണം 9, 67. ഇനി അടുത്തത് 88, 82, 76, 70 വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്ന് നോക്കാം. 88 കുറയ്ക്കണം 82. ഉത്തരം വരുന്നത് 6 അല്ലേ? അപ്പോൾ 6 കുറഞ്ഞ് വരുന്നതാണ് കാണുന്നത്. 82ൽ നിന്ന് 6 പോയാൽ 76. 76 കുറയ്ക്കണം 6, 70. 70 കുറയ്ക്കണം 6, 64. ഇനി 56, 60, 64, 68, 72 അവ തമ്മിലുള്ള വ്യത്യാസം 4. അടുത്തത് 95, 89, 83, 77 വ്യത്യാസം വരുന്നത് എത്രയാണ്? 6ൻ്റെ വ്യത്യാസമാണ്. അപ്പോൾ കുറഞ്ഞാണ് വരുന്നത്. അതുകൊണ്ട് കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. 77ൽ നിന്നും 6 കുറച്ചാൽ 71. സംഖ്യകൾ ഉണ്ടാക്കാം. മിയയും കൂട്ടുകാരും അക്കങ്ങൾ ഉപയോഗിച്ച് സംഖ്യകൾ ഉണ്ടാക്കുകയാണ്. ഒരാൾക്ക് 2 കാർഡുകൾ എടുക്കാം. അവ ഉപയോഗിച്ച് 2 അക്ക സംഖ്യകൾ ഉണ്ടാക്കണം. മിയയ്ക്ക് കിട്ടിയ കാർഡുകൾ. അപ്പോൾ അവരൊരു ഗെയിമാണ്. എങ്ങനെയാണ്? 2 കാർഡുകൾ ഒരാൾക്ക് ഉണ്ടാക്കാം. അപ്പോൾ അത് വെച്ച് 2 അക്ക സംഖ്യകൾ ഉണ്ടാക്കണം. മിയയ്ക്ക് കിട്ടിയത് 3ഉം 5ഉമാണ്. അത് വെച്ച് ഉണ്ടാക്കുന്ന 2 അക്ക സംഖ്യകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മിയ ഉണ്ടാക്കിയ 2 അക്ക സംഖ്യകൾ 35, 53. ചില കൂട്ടുകാർക്ക് കിട്ടിയ കാർഡുകളാണ് ചുവടെയുള്ളത്. അവർ ഉണ്ടാക്കിയ 2 അക്ക സംഖ്യകൾ എഴുതൂ. അപ്പോൾ 2ഉം 6ഉമാണ്. അപ്പോൾ 26, 62. ഇനി 9ഉം 8ഉം 98, 89. 5, 0, 50. 4, 5 എന്നീ അക്കങ്ങൾ ആവർത്തിക്കാതെ ഉപയോഗിച്ച് ഏതെല്ലാം 2 അക്ക സംഖ്യകൾ ഉണ്ടാക്കാം? അതുപോലെ തന്നെ ആവർത്തിച്ച് ഉപയോഗിച്ചാലോ? 4, 5 എന്ന അക്കങ്ങൾ ആവർത്തിക്കാതെ വരുന്നത് 45, 54. ആവർത്തിച്ച് വരുന്നത് 44, 45, 54, 55. കോട്ട കണ്ടില്ലേ? കുറച്ച് 2 അക്ക സംഖ്യകൾ കൊടുത്തിട്ടുണ്ട്. 4 സംഖ്യകൾ യോജിപ്പിച്ച് വരച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? 20, 30, 25, 15. 3 പേർക്ക് കളിക്കാം. ഒരു വട്ടത്തിൽ നിന്ന് അടുത്ത വട്ടത്തിലേക്ക് വരയ്ക്കുക. ചരിഞ്ഞ വരകൾ വരയ്ക്കരുത്. അതിലെ സംഖ്യകൾ തമ്മിൽ കൂട്ടുക. മറ്റു 2 പേരും ഇതുപോലെ ചെയ്യുക. 3 പേരും ചെയ്തതിന് ശേഷം ഉത്തരമായി കിട്ടിയ സംഖ്യകളെ വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതുക. സംഖ്യകളുടെ വലുപ്പം അനുസരിച്ച് 5, 3, 1 എന്നിങ്ങനെ പോയിന്റുകൾ കിട്ടും. അടുത്തടുത്ത സംഖ്യകൾ ചേർത്ത് ചതുരം വരച്ചാൽ ഒരു കോട്ട കെട്ടാം. കോട്ട മുഴുവനാക്കുന്ന ആൾക്ക് അധികമായി 10 പോയിന്റ് കൂടി കിട്ടും. കൂടുതൽ കാര്യങ്ങൾ ടീച്ചറോട് ചോദിക്കൂ, കളിക്കൂ. അപ്പോൾ ഒരു കളിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളും കളിച്ചു നോക്കണം. ടീച്ചറോട് ചോദിച്ച് കളിക്കണം. അപ്പോൾ പാഠഭാഗങ്ങൾ നന്നായി പഠിക്കണം. മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്